നമസ്കാരം. ഭഗവാൻ ശ്രീരാമൻ ശിവപൂജ ചെയ്തതായി പറയപ്പെടുന്നതും ദീപാരാധന കാണിക്കുമ്പോൾ ശിവലിംഗത്തിൽ ജ്യോതി തെളിയുന്നതും പാപവിമോചനം അരുളുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം സരിവാർകുഴലി അമ്മൻ സമേത രാമനാഥസ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ തിരുവാരൂർ നന്നിലം പാതയിൽ തിരുക്കണ്ണപുരം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ, രാമനാഥസ്വാമി, രാമനാഥീശ്വരർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, സരിവാർകുഴലി, ശൂലികാമ്പാൾ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. വൈഷ്ണവരുടെ 108 ദിവ്യദേശങ്ങളിലൊന്നായ തിരുക്കണ്ണപുരം ശൗരിരാജപ്പെരുമാൾ ക്ഷേത്രം ഇവിടെ അടുത്താണ്. കാവേരി നദിയുടെ തെക്കുകരയിലുള്ള പ്രശസ്തമായ 276 ശിവക്ഷേത്രങ്ങളിൽ 77ാമത്തേതും തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 140ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധർ ഇവിടുത്തെ മൂലവർക്ക് പതികവും തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ ഇവിടുത്തെ മുരുകന് തിരുപ്പുകഴിലും പാടിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. രാമായണ ഇതിഹാസ പ്രകാരം ലങ്കാധിപതി രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ സീതാദേവിയെ വീണ്ടെടുത്ത് രാമേശ്വരത്തെത്തി ദോഷം നീങ്ങാൻ ശിവലിംഗം പ്രതിഷ്ഠിച്ചു പൂജിച്ചു. പിന്നീട് അയോധ്യയ്ക്ക് പോകുന്ന വഴിയിൽ പലയിടത്ത് ശിവപൂജ ചെയ്തു. അങ്ങനെ ചെമ്പകവനമായിരുന്ന ഈ പ്രദേശത്തുകൂടെ പോകുമ്പോൾ ഒരു മരത്തിനടിയിൽ സ്വയംഭൂ ശിവലിംഗം കണ്ട് പൂജിക്കാൻ മുതിർന്നപ്പോൾ നന്ദിദേവൻ ശ്രീരാമനെ സാധാരണ മനുഷ്യനായി തെറ്റിദ്ധരിച്ച് ശിവലിംഗത്തിനടുത്തേക്ക് വരാതെ തടുത്തു. അന്നേരം അംബിക പ്രത്യക്ഷപ്പെട്ട് നന്ദിയെ തന്റെ അടുത്തേക്ക് വലിച്ചു നിർത്തിക്കൊണ്ട് ശ്രീരാമനെ ശിവപൂജ ചെയ്യാൻ സഹായിച്ചു. ശ്രീരാമൻ ഇവിടെയുള്ള തീർത്ഥത്തിൽ നീരാടി ശിവപൂജ ചെയ്ത് അയോധ്യയിലേക്ക് പോയി. പിന്നീട് ഇവിടെ ഒരു കോവിൽ നിർമ്മിക്കപ്പെട്ടു. രാമനാൽ പൂജ ചെയ്യപ്പെട്ട ഈശൻ എന്നർത്ഥത്തിൽ ഭഗവാന്റെ നാമം രാമനാഥേശ്വരർ എന്നായി. ഇന്നും അർദ്ധയാമ പൂജ ശ്രീരാമൻ ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഈ കഥ സാധൂകരിക്കും വകയിൽ ഇവിടെയുള്ള ഉത്സവമൂർത്തി സോമസ്കന്ദരുടെ പ്രതിഷ്ഠയിൽ ദേവി നന്ദി രൂപം കയ്യിൽ വെച്ചിട്ടുണ്ട്. രാമനാഥീശ്വരം, രാമനന്ദീശ്വരം എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇപ്പോൾ രാമനദീശ്വരം എന്നായി മാറി. മറ്റൊരു ഐതിഹ്യം, മുമ്പുകാലത്ത് ഇവിടം ഭരിച്ചിരുന്ന മന്നന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ശിവഭക്തനായിരുന്ന അദ്ദേഹം കുഞ്ഞുങ്ങൾ ജനിക്കാൻ ശിവഭഗവാന് യാഗങ്ങൾ നടത്തി വന്നു. ആ സമയം അംബിക തന്നെ മകളായി പിറക്കും എന്ന് മന്നന് അശരീരി കേട്ടു. ഒരു നാൾ മന്നൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ 4 ചെറിയ പെൺകുഞ്ഞുങ്ങളെ കണ്ട് എടുത്തുകൊണ്ടുവന്ന് സ്വന്തം മക്കളായി കൊട്ടാരത്തിൽ വളർത്തി. അവർക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ശിവഭഗവാൻ അവരെ 4 പേരെയും വിവാഹം കഴിക്കണമെന്ന് രാജാവ് ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ശിവഭഗവാൻ ഇവർ 4 പേരെയും വിവാഹം കഴിച്ചു. ഈ 4 അംബികമാർ 4 ഇടത്തിൽ ദർശനം തരുന്നു. അമ്പാൾ ഈ ക്ഷേത്രത്തിൽ സരിവാർകുഴലി, തിരുച്ചെങ്കാട്ടൻകുടിയിൽ ശ്രീ വൈത്ത തിരുക്കുഴൽ നായകി, തിരുപ്പുകലൂരിൽ കരുന്താർ കുഴലി അമ്മേ, തിരുമരുകലിൽ വണ്ടാർ കുഴലി അമ്മേ എന്നിങ്ങനെയാണ് നാമങ്ങൾ. ഈ 4 അംബികമാർക്കും ശൂലികാമ്പാൾ എന്നൊരു പൊതുപേര് ഉണ്ട്. അതിന് കാരണം ഈ പ്രദേശത്തുള്ള ഒരു തീവ്ര അമ്പാൾ ഭക്തിയായ ഗർഭിണിയുടെ പ്രസവ സമയത്ത് അവരുടെ അമ്മ ചില വീട്ടാവശ്യങ്ങൾക്കായി പുറത്തുപോയിരുന്നു. ആ സമയം ആറ്റിൽ വെള്ളം കൂടിയതിനെ തുടർന്ന് അവർക്ക് വീട്ടിൽ മകളുടെ അടുത്തെത്താനായില്ല. ഗർഭിണി ദേവിയെ മനമുരുകി പ്രാർത്ഥിച്ചപ്പോൾ തിരുച്ചിമലക്കോട്ടയിൽ തായുമാനവസ്വാമി ചെട്ടിപ്പെണ്ണിന് ഗർഭശുശ്രൂഷ ചെയ്തതുപോലെ അംബിക ഗർഭിണിയുടെ അമ്മയുടെ രൂപത്തിലെത്തി പ്രസവ ശുശ്രൂഷ ചെയ്തതിനാൽ ശൂലികാമ്പാൾ എന്ന നാമം വന്നു. ശൂൽ എന്നാൽ കരു, അതായത് ഭ്രൂണം. അതിനാൽ കരുകാത്ത നായകി എന്നൊരു നാമവും ദേവിക്കുണ്ട്. പ്രസവ ശുശ്രൂഷ കഴിഞ്ഞ് താമസിച്ചു വന്നതിനാൽ ദേവി കോവിലിനുള്ളിൽ പ്രവേശിക്കാതെ വെളിയിൽ തന്നെ നിന്നു. അതിനാൽ ഈ 4 ഇടത്തും അമ്പാൾ സന്നിധി തനിയെ പുറത്താണുള്ളത്. അർദ്ധയാമ പൂജയിൽ അംബികയ്ക്ക് സമ്പ അരി, കുരുമുളക്, ജീരകം, ഉപ്പ്, നെയ്യ് ചേർത്ത സാദമാണ് നൈവേദ്യം. ക്ഷേത്രത്തിലെ പ്രകാരത്തിൽ കാശി ഭൈരവർക്ക് അരികിൽ വണങ്ങി നിൽക്കുന്ന അഗസ്ത്യ പ്രതിഷ്ഠയുണ്ട്. ഈ ഭൈരവരെ അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠിച്ചതാണെന്നാണ് വിശ്വാസം. തിരുച്ചെന്തൂരിൽ ശ്രീമുരുകൻ വലതുകരത്തിൽ മലർ ഏന്തി നിൽക്കുന്നത് പോലെ ഇവിടെ ഇടതുകരത്തിൽ മലർ ഏന്തി വള്ളിദേവിയാനി സമേതനായാണ് മുരുകപ്രതിഷ്ഠ. ശ്രീരാമക്ഷേത്രങ്ങളിൽ പുണർദ നക്ഷത്രത്തിൽ വിശേഷ പൂജകൾ നടക്കുന്നത് പോലെ ഇവിടെ ശ്രീരാമൻ പൂജിച്ച ഐതിഹ്യത്താൽ പുണർദ നക്ഷത്രം വിശേഷമാണ്. ഈ ദിവസം ദർശനം ചെയ്യുന്നത് സത്ഫലങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും രാജഗോപുരമില്ലാതെ പ്രവേശന കവാടത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്നതുമായ രാമനാഥസ്വാമി തിരുക്കോവിൽ ചോഴ രാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തതായിരിക്കാമെന്നാണ് അനുമാനം. ചെറിയ ഗ്രാമത്തിൽ ശാന്തസുന്ദരമായ ഇടത്താണ് കോവിൽ. പ്രവേശന കവാടം കടന്ന് അകത്തെത്തിയാൽ ബലിപീഠം, നന്ദിമണ്ഡപം, രാമതീർത്ഥം, ക്ഷേത്രത്തിന് എതിരിലുള്ള തീർത്ഥക്കുളമാണ്. പ്രധാന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ രാമനാഥസ്വാമി എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി ഭക്തർക്ക് ദർശനം തരുന്നു. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ ദീപാരാധന കാണിക്കുമ്പോൾ ശിവലിംഗത്തിൽ ജ്യോതി തെളിയുന്നു എന്നതാണ്. ജാതകദോഷമുള്ളവരും ചെയ്ത തെറ്റിന് ആത്മാർത്ഥമായി മാപ്പപേക്ഷിക്കുന്നവരും ദോഷം മാറാൻ ഭഗവാന് രുദ്രഹോമം നടത്തുന്നു.
കിഴക്ക് ദർശനമായി തനി സന്നിധിയിൽ മാതാ പാർവതി സരിവാർ കുഴലി എന്ന നാമത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ഇവിടെ ദേവിയെ പ്രാർത്ഥിച്ചാൽ ഗർഭിണികൾക്ക് സുഖപ്രസവമാകും എന്നതാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളല്ലാതെ ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ദുർഗ, വളിദേവയാനി സമേത മുരുകൻ, വിനായകർ, മഹാലക്ഷ്മി, ചണ്ഡികേശ്വരർ, സൂര്യൻ, ചന്ദ്രൻ, ബ്രഹ്മാവ്, ഭൈരവർ എന്നിങ്ങനെയുള്ള കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം മകിഴം, ചെമ്പകം. ക്ഷേത്രതീർത്ഥം രാമതീർത്ഥം. കാമിക ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ശിവരാത്രി, അന്നാഭിഷേകം, കന്തഷഷ്ഠി, തൃക്കാർത്തിക, നവരാത്രി, മകരസംക്രാന്തി, തൈപ്പൂയം, പ്രദോഷം, അമാവാസി എന്നിങ്ങനെയുള്ള ദിവസങ്ങൾ വിശേഷമായി ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു. പൂജാസമയം രാവിലെ 8:30 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ നന്നിലത്ത് നിന്ന് 12 കിലോമീറ്റർ, തിരുപ്പുകലൂരിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവാരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.